കാണുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടല്ലോ ഒരാഴ്ചത്തെ പഴക്കമുണ്ട് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുത്തശ്ശിയാർക്കാവിലൊന്ന് തൊഴാൻ പോയി. അപ്പം എടുത്തു വെച്ച വീഡിയോ ആണ്. ഇതുപോലെ എടുത്തു വെച്ചിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മറന്നു പോകുന്ന ഒരുപാട് വീഡിയോസ് നമ്മളെ പോലെയുള്ളവരുടെ ഫോണിന്റെ ഗാലറിയിലൊക്കെ ഉണ്ടാവൂലേ. അപ്പം ഞാനിന്നിങ്ങനെ വെറുതെ ഒന്ന് ഗാലറി ചെക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോന്റെ കണ്ണുപെട്ടത്. അപ്പം ഞങ്ങൾ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ മുത്തശ്ശിയാർക്കാവിൽ നവീകരണ കലശമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട്, ഞാനും അമ്മയും ശ്രീകുട്ടിയും കൂടിയിട്ട് വണ്ടി വിളിച്ചിട്ട് ഒന്ന് കാവിൽ തൊഴാൻ വേണ്ടി പോയി. അപ്പോൾ പോണ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യം മുതുതല വഴിയാണ് പോവാറ്. ഇപ്രാവശ്യം ഞങ്ങൾ കോഴിക്കോട്ടിരി വഴിയാണ് പോയത് കേട്ടോ. അപ്പോൾ ഒരു പുതുമ തോന്നി ഈ വഴി പോകുമ്പോൾ. ഈ വഴി ഞങ്ങൾ അങ്ങനെ അധികം വരാറില്ല, മുതുതല വഴിയാണ് കേട്ടോ പോവാറ്. അപ്പോൾ പോണ സമയത്ത് അങ്ങനെ നല്ല കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും നല്ല നാടൻ ഗ്രാമീണ ഭംഗിയുള്ള വീടുകളും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ മുതുതല പഞ്ചായത്തിന്റെ അവിടെ പോയിട്ടാണ് ചാടിയത്. പിന്നെ അവിടെ നിന്ന് നേരെ കാവിലേക്കുള്ള ആ ഒരു വഴിയിൽ കയറിയിട്ടോ. അപ്പോൾ വഴിയിൽ നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഏതോ ഒരു ചേച്ചി ഒരു കാറും കൊണ്ട് വന്നിട്ട് അവർക്ക് അത് കൂടെ ഒരു കാറിനല്ല ഒരു ലോറിക്ക് കടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് കേട്ടോ നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് വണ്ടി ഓടിക്കണവർക്ക് ആ ഒരു ഇത് അറിയാലോ. അപ്പൊ ആ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ കാറ് തട്ടോ മുട്ടോ എന്നൊക്കെ ഉള്ള പേടിയാണ് കേട്ടോ. വേറെ ഒന്നല്ല, അവര് ആശിച്ച് മോഹിച്ച് വാങ്ങണ ഒരു സാധനം ആവില്ല. അതിപ്പോ നമ്മുടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പേടിയാവില്ലേ, അയ്യോ സൈഡിൽ കൂടെ എടുത്താൽ ഇപ്പൊ അതിലൊരു കോറൽ വരുമെന്നൊക്കെ നമുക്കും തോന്നുമല്ലോ. അങ്ങനെ ഒരു ചിന്തയും വന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ആ ചേച്ചി മെല്ലെ മെല്ലെ ഉരുട്ടിയിട്ട് അങ്ങനെ അവിടെ ഗംഭീര ബ്ലോക്ക് ആയതാണ് കേട്ടോ. അങ്ങനെ ബ്ലോക്കും കഴിഞ്ഞിട്ടേ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഗംഭീര തിരക്കായിരുന്നു. ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കലശത്തിന്റെ. അങ്ങനെ ഗംഭീര തിരക്കിന്റെ ഇടയിൽ ഇതേ ഒരു വിധത്തിൽ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങാനുള്ള വരിയാണ് കേട്ടോ. അപ്പൊ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടി കുറേ നേരം വരി നിന്നു. കണ്ടില്ലേ, നല്ല വരി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബാക്കിലേക്കൊക്കെ ഇങ്ങനെ വരി നല്ല നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരിയൊക്കെ നിന്ന് പിന്നെ പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ ചന്ദനമൊക്കെ തൊട്ടു. പിന്നെ അതെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകുട്ടിയുടെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ഒരു അനിയന്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് എടുത്തതാണ് കേട്ടോ അവൾക്ക് ആ ഒരു ഡ്രസ്സ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ തൊഴിലും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.